I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? സർ. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. That was a scheme. അല്ലേ? Yes, sir. Unbelievable. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ അല്ലെ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്റെത്ര തന്നെ തലയെടുപ്പുള്ള രണ്ട് ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതന്മസം ഇന്ന് തന്നെ. ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലിനുമൊക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. സർ. ആ രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്. How dreadful. And this is only a copy. Sir. സൂര്യവല്ലിയുടെയും മണങ്കാമുടിയുടെയും കുംഭസാരത്തിന്റെ ഒറിജിനൽ ടേപ്പ് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഭദ്രമായിട്ടല്ലേ? Yes, sir. വെൽ, തന്നെപ്പോലെ സൂക്ഷ്മബുദ്ധിയായ ഒരു ഓഫീസർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ പോലും കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. സമസ്ത തെരുവുകളും ഒറ്റയടിക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല. അല്ലേ രവി? ലുക്ക് രവി, ഐ വോണ്ട് ദാറ്റ് ടേപ്പ്. ഇതിന്റെ ഒറിജിനൽ. അല്ല സർ, അത് നോ. ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവിന് ബാക്കി ഉണ്ടാവാൻ പാടില്ല ഒരാളുടെ കയ്യിലും, താനടക്കം. What do you mean, sir? ഭദ്രപ്പ, സോറി രവി, വിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്ക് കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഈ KJ നായർക്ക്. ഒരു ഊഹം പോലെ പറഞ്ഞില്ലേ താൻ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദാ ഈ നിൽക്കുന്ന പാവം കർണാടക ഹോം മിനിസ്റ്റർ ഭദ്രപ്പയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ, മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന്. അതേടോ, ദാറ്റ്സ് മീ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന KJ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ച പ്രബലൻ. Jacob, no. രവി, ഞാനും ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ട് അവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകിഴവന്റെ കഥ കഴിക്കാൻ മൂന്നാമതൊരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ. ടു ഫിനിഷ് ഹിം ഓഫ്. ലുക്ക് രവി, നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാതി താൻ അർജിസ്ഥിതിക്ക് മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. സോ ಇಲ್ಲಿ ನಡೆದಿದ್ದು ಇನ್ಮೇಲೆ ನಡೆಯಬಹುದು. ಎದುವೇ ಯಾರಕ್ಕೂ ತೆರೆಯಕೂಡದು. ವಿ ನೀಡ್ ಯುವರ್ ಹೆಲ್ಪ್. ആൻഡ് ലിസൺ, ചോദ്യം ചെയ്യലിനിടയിൽ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സൂര്യവല്ലിയും മണങ്കാമുടിയും ഇന്ന് രാത്രിയിൽ കൊല്ലപ്പെടും. യു വിൽ ഷൂട്ട് ദം ഡൗൺ. ಅವರಿಗೆ ಬದಲಾಗಿ ಬರುವ ಗ್ರೂಪ್ ಡೇ ಆಫ್ಟರ್ ಟುಮಾರೋ ಪಾರ್ಟಿ ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಬರುವ ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಅನ್ನು ಕೊಲೆ ಮಾಡ್ತಾರೆ ಆನ್ ಹಿಸ್ ವೇ ಟು ದಿ ಏರ್ಪೋರ್ಟ್. എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും യു വിൽ കീപ് സൈലന്റ്. യു ബ്ലഡി ഇഴുത്തിട്ട് വാങ്ങണം.
So come on. ഒന്നുകിൽ നിനക്കൊരു ശത്രുവാകാം, ഇല്ലെങ്കിൽ എക്കാലത്തെ വിശ്വസം. ഇവരുടെ വയറ്റിൽ തന്നെ കുഞ്ഞുണ്ട്. നിന്റെ ജൂനിയർ രവിമാമൻ. നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ വേണ്ടേ? ഇവളെ വേണ്ട നിനക്ക്. Welcome back, Ravi. Morning, sir. Morning, sir. Hi, everybody. Anjali Bhaktiyar. And he is Mr. എനിക്കറിയാം ചന്ദ്രൻ നായരെ. Hi, Mr. Chandran Nair. He's one of your senior directors, a big brother to you, and a long-time associate. അങ്ങനെ പലതും അല്ലേ? And he is Yusuf. Hi. ഇപ്പൊ ആരാന്ന് പറഞ്ഞാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. Well, you can call him my... Your shadow? Yes, shadow. നിഴല് പോലെ വിശ്വസ്തൻ. രവി, അറിയാം. ആർതർ വില്യംസ് ആയി വെയിറ്റ് ചെയ്യുന്നു. അയാൾ ഭയങ്കര ചൂടാണ്. ഇത് ചൂടൊന്നുമല്ല, അവിടെ കിടന്ന് തിളച്ച് മറിയ അയാള്. അയ്യേ, ഇതാണ് ചന്ദ്രേട്ട സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കാന്ന് പറയുന്നത്. അവൻ കടം തിളക്കട്ടെ, ഹൂ കേഴ്സ്. എന്റെ സമയം പോലെ സൗകര്യം പോലെ കാണും ഞാൻ അവനെ. ജാസ്മിൻ, Yes, sir. start the conference 30 minutes from now. Lena, Yes, sir. be with her. She's my guest. Yeah, please come. Bye. Yusuf. Yes. Chandratan, Yes, രവി. I need a drink. Sure, come on. എന്നിട്ട് പറഞ്ഞില്ലല്ലോ, എങ്ങനെ സംഭവിച്ചു? മുമ്പെങ്കും പതിവില്ലാത്ത പോലെ കൂടെ ഒരു പെണ്ണ്, അഞ്ജലി ബക്തിയാർ. ഷീ സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ്, കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗാലറിയിൽ. പിന്നെ ലണ്ടൻ, ബെയ്റൂത്ത്, വേറെ എവിടെയൊക്കെ വെച്ചുള്ള ഗാംബ്ലിംഗ് ജോയിന്റ്സില്, റേസ് കോഴ്സില്. പിന്നെ ഈയിടെ ബോംബെ ജോഗേശ്വരിൽ ചന്ദൻ ബാപ്പയുടെ ഇഫ്താർ വരുന്നു. എവിടെ ചെന്നാലും ഇവിടെ പിന്നാലെ ഉണ്ട്, നിഴല് പോലെ. എ സോ കോൾഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം മന്നാട്ടൻ, now in charge of global license for Nichols and Pratt. ഇപ്പതാ ഒരു മുട്ടുസൂചിയുടെ വലിപ്പമില്ലാതിരുന്ന നമ്മുടെ ഈ രവിമാമനൻ വാൾത്തർ ഗ്രൂപ്പ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്നവൾക്ക് പഠിക്കണം, റാദർ റിസർച്ച് ചെയ്യണം. എന്നിട്ട് സമ്മതിച്ചോ? ലോ, ബോംബെ നിങ്ങളെ കാല് പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ. Then ഗോയിങ് ബൈ ഇൻറ്റ്യൂഷൻ ഞാൻ ഇവിടെ കുറിച്ച് അന്വേഷിച്ചു. മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡില് ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ഒരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ, ദ നൊട്ടോറിയസ് മിസ്സിസ് ബക്തിയാർ, അവരുടെ ഒറ്റ മകൾ. ഇപ്പൊ കയ്യിലുള്ളതടക്കം 9 പാസ്പോർട്ട് ഉണ്ട് ഒരു മുട്ടകളുടെ കയ്യില്. യു മീൻ? ഏയ് പേടിക്കണ്ട, നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പ് ജനനം മുതൽക്കുള്ള ഇവളുടെ സമ്പൂർണ്ണ ചരിത്രം ഇവിടെ എത്തും, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം അടക്കം. സോ ചിയേഴ്സ് ടു സർ വില്യംസ്. അപ്പൊ പറയണം മിസ്റ്റർ വെങ്കടേശ്വരൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? സർ, പ്രൊപ്പോസ് പ്ലാൻസിൽ പെട്ടെന്ന് വന്ന ചേഞ്ചസ് ലൈക്ക്. അപ്പൊ നീ ഇതുവരെ പോയില്ലേ നാട്ടിലല്ലേ? അല്ല സർ, അതിനിതുവരെ. പിന്നെ എപ്പോഴാണ് മൂക്കി പല്ല് മുളച്ചിട്ടോ? നീ നാട്ടിൽ പോകുമ്പോ ഓർത്തണം, ഇവനൊരു പെണ്ണ് അന്വേഷിക്കാൻ. ശരി സർ. സർ, ഇത് നോ വെങ്കി, എനിക്കറിയാം പ്ലാൻസ് കാണാപ്പടം, വെറുതെ ഫ്ലിംസി എക്സ്ക്യൂസസ് വേണ്ട. അല്ല രവി, നോ, ഇത്തവണ ചന്ദ്രേട്ടനും കഴിയില്ല ഇയാളെ രക്ഷിക്കാൻ. രവി, ഞാൻ 1.5 വർഷം, അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ്, ബട്ട് നോട്ട് എനി മോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവിടെ ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ, മറക്കണ്ട. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം, അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഇനി പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ? അല്ല, സംശയിക്കേണ്ട, മാനം. മിസ്റ്റർ വെങ്കടേശ്വർ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റവും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്? വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന്റെ പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ. എനിക്കറിയാം.
സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്. അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു. ഹലോ, ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്ത് മാഡം? നന്നായി, നല്ല ആളാ. കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. എവിടെന്ന്? ഇവിടുന്നാ, ദുബായിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം. ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനും ഇല്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ. അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. What has happened? What's the problem? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. Oh my God. Ayyo, put the cigarette down. Hi, Jaya. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് എയർക്രാഫ്റ്റ് അല്ല, ഇങ്ങനെ ഇട്ട് പറപ്പിക്കരുത്. അയ്യോ, ഇജയ വിട്. രാക്ഷസൻ. ഇജയ, ഇനി വന്നേ. Friends, meet my only brother, my only sister, my father, my mother, എല്ലാം. The legendary Ravi Maman. Hi. ഏതാടി ഈ തെമ്മാടികള്? All trainee pilots. എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹിന്ന് ഇവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ആ പിന്നെ ചന്ദ്രനങ്കിൾ യോട്ടില് വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി ചാടി നിൽക്കാൻ പറയണം. ഇവളുമാരിയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. അങ്കിൾ പ്ലീസ്, ഇവളുമാരുടെ മുന്നില് എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. ഇച്ചായ പ്ലീസ്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചുള്ളമാരോട് പറഞ്ഞേക്കണം, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പേഴ്സ്. നല്ല പൊന്നിച്ചായൻ. താങ്ക് യു. അയ്യോ, അത് മറന്നു. ഇച്ചായ, അതെ, പറ. ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേന പറഞ്ഞല്ലോ, ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. Y2K? ആ അതേന്ന്, Y2K. ഒരു സുരയ്യ, ഒരു ഡമുക്ക് പെണ്ണ്, ഒരു അഞ്ജലി ഭക്തിയാർ. ഏതാവള്? ചരക്ക. ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ, ഇവിടെ പകരം കയറ്റിയിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും, മറക്കണ്ട. സോറി ചായ, ശരിക്കും സോറി. പ്ലീസ് ബി ഓൾ റൈറ്റ്. Hey, Chinese all right, ra. Modichille. Have a good time. Thank you, Chaya. Bye. Bye. Come on, let's go. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം ടു ടേക്ക് എക്സ്ട്രാ കെയർ.